അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമ്മൾക്കും സുഖമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തുടർന്നുള്ള നമ്മളെ വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കാറ്ററിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഈ വർഷത്തെ നമ്മളെ ആദ്യത്തെ കാറ്ററിംഗ് ആണ് കേട്ടോ. ഒന്നാം തന്നെ നമുക്ക് കാറ്ററിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാറ്ററിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ ജോലികൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ഫുഡൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇന്ന് സ്കൂളും കൂടെ ഉള്ള ദിവസമാണ്, സ്കൂൾ തുറക്കുകയാണല്ലോ. അപ്പോൾ ഞാനിത് അവർക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് പുട്ടാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. പുട്ടും പപ്പടമാണ്. പിന്നെ പുട്ടും പപ്പടവും പറ്റാത്തവർക്ക് കുറച്ച് ബീഫ് ഉണ്ടായിന് തലേ ദിവസത്തെ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. കുട്ടികളെന്നെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെ സ്കൂൾ കൊണ്ടുപോകാൻ കൂട്ടാണ്ടാക്കിയത് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തതാണ് കേട്ടോ. അത് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, 4 ആൾക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു എടുത്താണ്ട് പാത്രത്തിലൊക്കെ ആക്കിക്കോളും. ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി. പിന്നെ നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട് ഇനി. അപ്പോൾ ഇന്നത്തെ നമ്മൾ കാറ്ററിങ് 5 കിലോ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കിട്ടിയപ്പോൾ പിന്നെ ഞാൻ വേഗം ചിക്കൻ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാറ്ററിങ് നമ്മളവിടെ പൂക്കോട്ടുംപാടെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ. അവിടേക്കാണ് ഇന്നത്തെ കാറ്ററിങ്. അപ്പോൾ ഇന്ന് ഫുഡ് വേഗം റെഡിയാക്കണം. ഒരു 12:45 ആകുമ്പോൾ തന്നെ ഓട്ടോറിക്ഷയിൽ കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ ആദ്യം. നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കഴുകാനാണ് കേട്ടോ എനിക്ക് ഏറ്റവും സമയം കൂടുതൽ വേണ്ടത്. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കൊണ്ട് പുറത്തേക്ക് പോന്നിട്ടുണ്ട്. അതിൻ്റെ മേലുള്ള വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളഞ്ഞിട്ടാണ് ചിക്കൻ എടുക്കൽ. അങ്ങനെ വെറുതെ കൈകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പിന്നെ ഇതേപോലെ തിരുമ്മി അങ്ങനെ കഴുകിയെടുക്കല്ലേ. ഓരോ പീസ് എടുത്തിട്ട് അതുമുള്ള എല്ലാ സാധനവും വേസ്റ്റുകളൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ കഴുകിയെടുത്താലുള്ളൂ കേട്ടോ എനിക്കൊരു സമാധാനമാവുക. അപ്പോൾ അത് കഴുകാനാണ് കുറച്ചധികം ടൈം എടുക്കുക. അപ്പോൾ വേഗം ചിക്കൻ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചോരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ഞാൻ കുറച്ച് മുന്നൊരു വീഡിയോയിൽ ഒരു ആദിവാസി ഹെയർ ഓയിലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാനത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. മുടി കൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് കേട്ടോ ഈ ഒരു ആദിവാസി ഹെയർ ഓയിൽ. മുടി കൊഴിച്ചിൽ, അതുപോലെ അകാലനര തടയാൻ, താരൻ്റെ പ്രശ്നം ഒഴിവാക്കാൻ, അതുപോലെ നല്ല ഉറക്കം കിട്ടാനും തലയിലെ ചൊറിച്ചിൽ മാറി മുടി നല്ല കറുപ്പ് നിറത്തിൽ നല്ല ഉള്ളോട് കൂടിയിട്ട് വളരാനും ഈ ഒരു ആദിവാസി ഹെയർ ഓയിൽ നമ്മളെ സഹായിക്കും. പിന്നെ മുടി കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരുവിധ ആളുകൾക്കൊക്കെ ഉണ്ടാവില്ലേ. സാധാരണ ഒരു മനുഷ്യൻ്റെ മുടി ശരാശരി 50-നും 100-നും ഇടയിൽ കൊഴിഞ്ഞു പോകുന്ന പറയാം. അതൊക്കെ നോർമലാണ്. പക്ഷെ അത് തിരിച്ചു വന്നില്ലെങ്കിലോ ബുദ്ധിമുട്ടല്ലേ. അതുപോലെ മുടി കൊഴിച്ചിൽ വല്ലാത്തൊരു പ്രോബ്ലം തന്നെയാണല്ലേ. ഞാൻ നല്ലോണം അനുഭവിച്ചിട്ടുണ്ട് മുടി കൊഴിച്ചിൽ. അതുപോലെ തന്നെ രാത്രി എനിക്ക് നല്ല ഉറക്കക്കുറവുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഒരു ആദിവാസി ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനൊക്കെ പരിഹാരമായിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. പിന്നെ ഇവിടെ ഞാൻ മാത്രമല്ല കേട്ടോ ഈ ഓയിൽ യൂസ് ചെയ്യുന്നത്. നമ്മളെ മഞ്ജുമോളും ഈ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ചിഞ്ചുമോൾക്ക് പിന്നെ തലയിൽ എണ്ണ തേക്കുന്നത് അലർജിയാണ് കേട്ടോ. ഞാൻ അഥവാ പിടിച്ചു വെച്ചുകൊണ്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാലും അത് ഷാമ്പു എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് കഴുകി കളയും. അവൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ എണ്ണ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ മഞ്ജുമോള് സ്കൂൾക്കൊക്കെ പോകാൻ വേണ്ടി റെഡി ആവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുളിക്കാൻ തലയിൽ എണ്ണ തേച്ച് കൊടുക്കണം. അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവളെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കട്ടെ. മഞ്ജുമോളെ മുടി നല്ല നീളമൊക്കെ ഉണ്ട്, പക്ഷേ തീരെ കട്ടിയില്ല കേട്ടോ. കട്ടി കുറവാണ്. ഇപ്പോൾ ഈ ആദിവാസി ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം കുറച്ച് കട്ടിയൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടൊക്കെ വളരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറവും ഒക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. മുടി നീളം മാത്രം പോരല്ലേ, മുടി ഇങ്ങനെ തിക്കായിട്ട് വളരുമ്പോൾ നല്ല ഭംഗിയാണല്ലോ കാണാൻ. ഇത് തീരെ കട്ടില്ലേന് കേട്ടോ. ഇപ്പോൾ കുറച്ച് കട്ടിയൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുടി കൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ആദിവാസി സമൂഹം 108ഓളം പച്ചമരുന്ന്, കസ്തൂരി, അംല, വൃങ്കരാജ എന്നീ ചേരുവകൾ ചേർത്ത് കാച്ചിയെടുത്ത പരമ്പരാഗത എണ്ണയാണ് കേട്ടോ ഈ ഒരു ആദിവാസി കേച്ച് ഓയിൽ. ഈ എണ്ണ യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്നും കൂടെ ഞാൻ പറയാം കേട്ടോ. ഈ എണ്ണ നമ്മുടെ തലയോട്ടിയിലേക്കും മുടിയിലെ വേരിലേക്കും ചേർത്ത് മസാജ് ചെയ്താൽ നമ്മുടെ മുടി കൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. പിന്നെ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ. പിന്നെ അപകടകാരിയായ ഒരു ചേരുവയും ഇതിലില്ല. സിന്തറ്റിക് കളേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസ്, ആൽക്കഹോൾ, BEA, മിനറൽ ഓയിൽ, ക്ലോറിൻ ഈ ചേരുവകൾ നമ്മുടെ മുടികളുടെ ഗുണനിലവാരത്തെ നശിപ്പിക്കുകയും തലയോട്ടിയിലെ അണുബാധക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ മുടി കൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് കേട്ടോ ഈ ഒരു ആദിവാസി കേച്ച് ഓയിൽ.
പിന്നെ ഈ എണ്ണയിൽ പ്രകൃതിയിൽ നിന്നുള്ള ചേരുവകൾ മാത്രമാണ് കേട്ടോ ഉള്ളത്. ഇത് ഉപയോഗിച്ചവരൊക്കെ നല്ല റിസൾട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും ഉപയോഗിച്ചിട്ട് എനിക്കും നല്ല യൂസ്ഫുൾ ആയിട്ടാണ് ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആദിവാസി കേച്ചോലിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ ഇവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുക, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. മുടി കൊണ്ട് എന്ത് പ്രശ്നങ്ങൾ നേരിടുന്നവരായാലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും കേട്ടോ ഈ ഒരു ആദിവാസി കേച്ചോയിൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ കഴുകി വെച്ചിരുന്നല്ലോ, പിന്നെ സവാളയൊക്കെ അരിഞ്ഞെടുക്കാണ്ട്, അതേപോലെ തന്നെ ക്യാരറ്റും മല്ലിയിലയും പുതിനയിലയൊക്കെ ഞാനിതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം കേട്ടോ. കുറച്ച് ഉപ്പും സുർക്കയൊക്കെ ആ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേന്. അപ്പോൾ അത് ആ വെള്ളത്തിൽ കടന്ന് അണുക്കളൊക്കെ പോവട്ടെ, എന്നിട്ട് നമുക്ക് അത് കരിഞ്ഞെടുക്കണം. പിന്നെ ഞാൻ അടുപ്പൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇന്ന് 2 അടുപ്പാണ് കേട്ടോ കത്തിക്കണത്. കാരണം സമയം ഇന്നിപ്പോൾ ഒരുപാടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 12:45 ആകുമ്പോഴത്തേന് ബിരിയാണിയൊക്കെ റെഡിയാക്കി എടുക്കണം എന്നുള്ളത്. പിന്നെ വേഗം സവാളയൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞത് രാത്രിയാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേന് ഞാനൊരു പാത്രത്തിലാക്കിയിട്ട്. അതുകൊണ്ട് രാവിലെ ആ ഒരു പണി ലാഭമായിട്ട് കിട്ടി. പിന്നെ അതേപോലെ ഗരം മസാല ഒന്നും ഇല്ലേനി, ഗരം മസാലയൊക്കെ ഞാൻ ഇപ്പോൾ പൊടിച്ചെടുത്തതാണ്. പിന്നെ നാരങ്ങ നീരും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ അടുപ്പ് കത്തിക്കാണ് കേട്ടോ. ഇനി 2 അടുപ്പും ഒപ്പം കത്തിക്കാണ്. ഒരടുപ്പിൽ നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം വെക്കാം, ഒരടുപ്പിൽ നമുക്ക് മസാല റെഡിയാക്കി വെക്കാം കേട്ടോ. മസാല റെഡിയാക്കിയിട്ട് പിന്നെ നമ്മൾ അരി തിളപ്പിച്ചിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. കാരണം ആ വെള്ളമൊക്കെ പാടെ തിളച്ച് വരണ്ടേ, കുറേ വെള്ളം ഉണ്ടാവുമല്ലോ. 5 കിലോ അരിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 5 കിലോ ചിക്കനും 5 കിലോ റൈസും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളമൊക്കെ ഇതാ ചെമ്പക്ക് 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വെള്ളത്തേക്ക് ഞാൻ ഏലക്കായും പട്ടയും കറാമ്പൂവൊക്കെ ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ അതേപോലെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്നും കുറച്ച് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കും. ഉപ്പ് ഏറിപ്പോയാൽ പിന്നെ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കലുള്ളൂ കേട്ടോ. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതാ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാല റെഡിയാക്കാൻ. അപ്പോൾ ആദ്യം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബിരിയാണിക്കുള്ള പിന്നെ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആദ്യം സവാള ഫ്രൈ ചെയ്തെടുത്തു. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലിട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ അടി കട്ടിയുള്ള പാത്രത്തിലാണ് നമ്മൾ ഇതേപോലെ സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നതും അതേപോലെ സവാളയൊക്കെ വാട്ടിയെടുക്കുന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ട് കേട്ടോ ഒക്കെ റെഡി ആവാനും. ഇത് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ അതിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഒക്കെ റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ പിന്നെ സവാളയും അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് കുറച്ച് ഓയിൽ ഞാൻ മാറ്റീനി കേട്ടോ. പിന്നെ ബാക്കിയുള്ള ആ ഓയിലേക്ക് നമ്മൾ പിന്നെ മസാലയ്ക്കുള്ള സവാളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. സവാള പെട്ടെന്ന് തന്നെ വാടി കിട്ടിയിരിക്കണം കേട്ടോ ഈ ഒരു ഉരുളിയിലായതുകൊണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിന് കേട്ടോ. പിന്നെ അതൊന്നും വീഡിയോയിൽ കണ്ടിട്ടില്ല. പിന്നെ അതേപോലെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിനല്ലോ, അതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ അതുപോലെ തക്കാളിയും മല്ലിയിലയും പുതിനയിലൊക്കെ അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടണ 2 ഐറ്റം ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്താണെന്ന് ചേർക്കണ സമയത്ത് പറയാം. അത് ചേർത്ത് കഴിഞ്ഞാൽ ബിരിയാണിക്ക് അജിനാമോട്ടോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ വാടി വന്നപ്പോൾ കുറച്ച് എണ്ണൻ്റെ കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടേനി. വെളിച്ചെണ്ണ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടികളൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. കുരുമുളക് പൊടി അതേപോലെ മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതേപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. മുളക് പൊടി അതേപോലെ ചിക്കൻ മസാല ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ് കേട്ടോ എനിക്ക് ചിക്കൻ മസാലയും ബീഫ് മസാലയും ഒന്നും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഞാനതൊക്കെ ചേർക്കലുണ്ടായിന് കേട്ടോ. ഇപ്പോൾ ഞാൻ ചേർക്കലില്ല. അത് ചേർക്കാതെ ബിരിയാണി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് മസാലക്ക്. എരിവിന് നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയും ഒക്കെ തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ തൈരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടേനി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നാരങ്ങ നീരൊക്കെ ചേർത്തേനി കേട്ടോ. വീഡിയോയിൽ കണ്ടിക്കണോ അല്ലേന്ന് അറിയില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടെ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ വഴന്ന് ഒക്കെ റെഡി ആയിക്കണം കേട്ടോ. ഇനി നമ്മൾ മസാലയ്ക്ക് ടേസ്റ്റ് കൂട്ടാൻ ചേർത്ത് കൊടുക്കുന്നതാണ് RKGൻ്റെ നെയ്യ്.
കുറേ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ മസാല എത്ര ബിരിയാണിയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്, അത് ആ ഒരു സമയത്തും പറഞ്ഞുതരാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിലുള്ള ചട്ടകം സ്റ്റീലിൻ്റെ ചട്ടകം കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഇളക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചട്ടകം ചിലപ്പോൾ പൊട്ടിപ്പോരും. അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ട് നമ്മളെ മരത്തിൻ്റെ വലിയ ചട്ടകം ഉണ്ടേനും അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മരത്തിൻ്റെ ചട്ടകമാകുമ്പം നല്ല ബലം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഒരുപാട് കുത്തി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിക്കനൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ ആവശ്യത്തിന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ചിക്കനൊക്കെ ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു. മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് ഇപ്പം. പിന്നെ അതിലേക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എരിവും പുളിയും അതേപോലെ തന്നെ ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാലയ്ക്ക്. അപ്പോൾ നമ്മൾ അജിനാമോട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലൊക്കെ കുറച്ചും കൂടെ അതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരുപാട് സമയമൊന്നും ഞാൻ വേവിച്ചെടുക്കില്ല കേട്ടോ. ഒരു ഒറ്റ തള തിളച്ച് കഴിഞ്ഞാൽ അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കും. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പം അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് പിന്നെ നമുക്ക് നമ്മളെ ചോറ് വെക്കാൻ വെച്ച വെള്ളമൊക്കെ തിളച്ചിക്കണോ നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ തീയൊക്കെ നല്ലോണം ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടായിക്കണം. ഇനിയിപ്പോൾ നല്ലോണം തീയൊന്ന് കത്തിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ വെള്ളമൊക്കെ തിളക്കും. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ കഴുകാൻ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് പിന്നെ വേഗത നമ്മൾ അരിയൊക്കെ ഞാൻ ചെമ്പൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളക്കണോട് കൂടിയിട്ട് വേഗം അരി കഴുകിയിടാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളെടുത്ത ബിരിയാണി അരി ദുലാം എന്ന് പറഞ്ഞിട്ടുള്ള അരിയാണ് കേട്ടോ. ഇതുതന്നെയാണ് ഞാൻ സാധാരണ ഉപയോഗിക്കൽ ബിരിയാണി ഉണ്ടാക്കാൻ. നല്ല അരിയാണ് കേട്ടോ. പിന്നെ കൈമ റൈസ് ഒന്നും നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടില്ല. നമ്മൾ ബിരിയാണിക്ക് 700 രൂപയല്ലേ ഒരു കിലോന് വാങ്ങിക്കണത്. കൈമ റൈസിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. 110 രൂപയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാ വാങ്ങണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. ഒന്ന് വെച്ച് നോക്കിയിട്ട് ആ ഒരു അരി ഒന്ന് ഇതേപോലെ ഒന്ന് പാകമായി കിട്ടണം. ഈ അരി പിന്നെ എനിക്ക് വെച്ച് ശീലമായിട്ടോ. അപ്പോൾ ഞാൻ അത് തന്നെയാണ് വാങ്ങിക്കൽ. നല്ല അരിയാണ് കേട്ടോ, ചോറൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പോൾ അരി ഞാൻ കഴുകി വെച്ച് പിന്നെ മസാല വേഗം ചെമ്പുക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അരി നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ വെന്ത് വരും. അപ്പോൾ വേവേറിപ്പോയാൽ നമ്മളെ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ബിരിയാണി വേവേറിപ്പോവേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വേഗം മസാല ചെമ്പുക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പിന്നെ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്താലും പിന്നെ നമുക്ക് മസാലയൊക്കെ ഇങ്ങനെ ചെമ്പുക്കൊക്കെ ആക്കാനൊക്കെ ടൈം കിട്ടും. നേരെ മറിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ ഒരു പേടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മസാല ചെമ്പുക്ക് ആക്കട്ടെ എന്നിട്ട് അരി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കനിൽ വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ബിരിയാണി ദമ്മിടുന്ന സമയത്ത് ആ വെള്ളമൊക്കെ വറ്റും. ആ വെള്ളം വറ്റുമ്പോഴേ നമ്മളെ ചിക്കൻ വേവുള്ളൂ. ഇപ്പം നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതൊന്നും തന്നെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ചില കാര്യങ്ങളൊന്നും എനിക്കറിയില്ലേനും. അപ്പോൾ അതൊക്കെ ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ പറഞ്ഞു തരലുണ്ട്. അതേപോലെ തന്നെ എൻ്റെ അനുഭവത്തിലൂടെ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴും എല്ലാം തികഞ്ഞിട്ടൊന്നുമില്ല, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയണതൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചോറിന് അരി ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ നമ്മളെ ബാബു വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഹെൽപ്പറെ കിട്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഹെൽപ്പറോട് അതൊന്ന് ഇളക്കി കൊടുക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇളക്കി ഇപ്പം ചട്ടകം നിലത്ത് വെക്കണില്ല കേട്ടോ. അപ്പോൾ വെറും ഇളക്കൽ തന്നെയാണ് പണി. അരി നമ്മൾ ഇട്ട് കൊടുത്താൽ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടി വരും കേട്ടോ ചോറ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അരിയൊന്നും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ മൂപ്പര് അവിടെ ഇളക്കട്ടെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ ഒരു സമാധാനമായിട്ടോ ബാബുവിനെ കണ്ടപ്പോൾ. മറ്റേത് കുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ ഇത് ഊറ്റിയിടുന്ന സമയത്തും അതേപോലെ ചെമ്പ് അടുപ്പത്തേക്ക് വെക്കുന്ന സമയത്തൊക്കെ ഗതിയുടെക്കാരം. അപ്പോൾ അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 2-3 തിള തിളച്ച് കഴിഞ്ഞാൽ അരി വേവും. അപ്പോൾ ഞാൻ അരി ഊറ്റാനുള്ള പാത്രങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് ദം ചെയ്തെടുക്കുമ്പോൾ ഇട്ട് കൊടുക്കാനുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നെയ്യും സൺഫ്ലവർ ഓയിലും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ മസാലൻ്റെ മേലെ ഞാനിതാ ഒരു വാഴൻ്റെ ഇല വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ പറയലുണ്ട് അങ്ങനെ വാഴൻ്റെ ഇല വിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ മേലേക്ക് തന്നെ അരി ഊറ്റിയിട്ട് കൊടുത്താൽ മതി, അതാണ് ശരിക്കുള്ള ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിങ്ങനെ വാഴൻ്റെ ഇല വിരിച്ച് കൊടുത്തു കഴിഞ്ഞാലും ആ വാഴൻ്റെ ഇലക്കൊക്കെ അതേപോലെ ഇങ്ങനെ കത്തിക്കൊണ്ട് കുത്തി ഓട്ടം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ആ മസാലൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളും അതേപോലെ ചിക്കൻ്റെ ആ ഫ്ലേവറൊക്കെ നമ്മളെ അരിക്ക് നല്ലോണം വരും, ചോർക്ക് നല്ലോണം വരും. അപ്പോൾ ബിരിയാണിക്ക് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇതെന്തിനാ അങ്ങനെ വിരിച്ചു കൊടുക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് മസാലയും അതേപോലെ ചോറും വേറെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്.
അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ തന്നെ നമ്മൾ അരിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് വേഗം ഇത് ഊറ്റിയിടണം. പിന്നെ ഞാൻ ആ വെള്ളത്തേക്ക് കുറച്ച് നാരങ്ങ നീരൊക്കെ ചേർത്തിന് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അരി വേറി പോകാനൊക്കെ സാധ്യത ഉണ്ട്. എപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ഈ ഒരു ഊറ്റിയിടുന്ന സമയമുണ്ടല്ലോ, ആ ഒരു സമയത്താണ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ശ്രദ്ധ വിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വേറിപ്പോവും. നല്ല ശ്രദ്ധ കൊടുക്കേണ്ട സമയം ഇപ്പോഴാണ് കേട്ടോ. ഇല്ലെങ്കിൽ ചോറ് വേറിയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടേക്കാരം. ഇത് ഒരു വറ്റ് ഒന്നുമ തൊടാതെ എന്നാൽ വേവും വേണം. ആ ഒരു രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഊറ്റിയെടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ വെന്ത് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ വേഗം ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ഊറ്റിയാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളെ ഹെൽപ്പറും ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഹെൽപ്പറും കൂടെയൊക്കെ ഉണ്ടായപ്പോൾ എന്തായാലും ബിരിയാണീൻ്റെ പണിയൊക്കെ പെട്ടെന്ന് തീർന്നു. അപ്പോൾ ഞാനൊരു 2-3 ലെയറായിട്ടാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാളയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ നെയ്യും സൺഫ്ലവർ ഓയിലും ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ പിന്നെ നേരത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിൽ ഞാൻ മാറ്റി വെച്ചെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ഓയിലൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നല്ല നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽമനെക്കാട്ടിലും എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ ആർക്കേജിൻ്റെ നെയ്യാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ മിൽമനെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ആർക്കേജിൻ്റെ ഈ ഇങ്ങനത്തെ ഓരോ ബോട്ടിലാണ് ഉപയോഗിക്കൽ. പിന്നെ ഈ ചോറ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് വാർപ്പിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് പൊട്ടിക്കാതെ ചെമ്പോട് കൂടിയിട്ട് തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഓരോട് പൊട്ടിക്കാൻ പറഞ്ഞേക്കാണ് കേട്ടോ. വാർപ്പൊക്കെ ആകുമ്പോൾ എപ്പോഴാണ് കഴിയാമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പൊട്ടിച്ചിട്ടൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചോറൊക്കെ ചൂടാറിയിട്ടുണ്ടാവും. ചൂടാറി കഴിയുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ ചോറ് ഞാൻ ഇതേപോലെ ചെമ്പോട് കൂടിയിട്ട് തരാമെന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഓരോട് പൊട്ടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചില കസ്റ്റമേഴ്സ് പറയും ചോറ് പൊട്ടിച്ചിട്ട് ചോറ് മസാലയും വേറെ വേറെ ആക്കിയിട്ട് തന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മൾ ചോറ് പൊട്ടിച്ചിട്ടാണ് കൊടുക്കൽ. പിന്നെ നമ്മുടെ കാറ്ററിംഗ് വീഡിയോ കണ്ടിട്ടേ ചില കൂട്ടുകാരൊക്കെ ഇങ്ങനെ കാറ്ററിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കണമെന്നൊക്കെ അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ കമൻറ്റിലൂടെ നമ്മളോട് പറയലുണ്ട്, ഞങ്ങൾ കാറ്ററിംഗ് തുടങ്ങി നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ഇതിൽ ഞങ്ങളും തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾ ചെയ്യണത് കണ്ടിട്ട് അതേപോലെ വേറെ ആൾക്കാരും ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയല്ലേ. പിന്നെ ജോലിക്കൊക്കെ പോകാനൊക്കെ ചില വീട്ടമ്മമാർക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ വീട്ടിൽ നിന്ന് പോകാൻ സമ്മതിക്കില്ല. അതല്ലാന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം കുറവേക്കാരം. അപ്പോൾ പുറത്തൊക്കെ പോയിട്ട് ജോലി ചെയ്യുമ്പോൾ കുറച്ച് വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ നമുക്ക് വേണേനും. അപ്പോൾ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്കൊരു വരുമാന മാർഗ്ഗം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പരിപാടികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വിജയിക്കും. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മാത്രം മതി. അതേപോലെ തന്നെ ആരോഗ്യം വേണം. പിന്നെ ചില ആൾക്കാർ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ആക്കണ്ട. അതിപ്പോൾ നമ്മൾ ഈ ചെവിക്കൂടെ കേട്ട് ഈ ചെവിക്കൂടെ വിട്ടാൽ മതി. നമുക്ക് നമ്മുടെ കുടുംബം സപ്പോർട്ടുണ്ടോ, അതേപോലെ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ, എന്നാൽ നമുക്ക് എന്തായാലും ഇങ്ങനെയുള്ള ജോലികളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കുഴപ്പം വരില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ എന്തായാലും എത്തിപ്പെടും. പിന്നെ നമ്മൾ വലിയ ബിസിനസ്സുകാരാവണം എന്നൊന്നല്ല ആഗ്രഹിക്കുന്നത്. നമുക്ക് അന്നന്നത്തെ ജീവിതം കഴിഞ്ഞു പോകണം. അതേപോലെ ബാധ്യതകളൊക്കെ ഉണ്ടാവും, ആ ബാധ്യതകളൊക്കെ വീട്ടണം. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ എനിക്കുള്ളൂ കേട്ടോ. അല്ലാതെ ഒരുപാട് ഉയർന്ന നിലയിൽ എത്തണം എന്നൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മളെ മക്കളെയൊക്കെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണം. അതൊക്കെയാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കനൽ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴെ ഞാൻ നിങ്ങൾ വീഡിയോയിൽ കണ്ടക്കും കുറച്ച് ഓലക്കൊടി വെച്ചിട്ടൊന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ മേലെ ആവി വരുവോളം തീ കത്തിച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മളെ ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വറ്റുമ്പോഴത്തേന് ബിരിയാണിയൊക്കെ റെഡിയാവും. അങ്ങനെ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുത്തു. പിന്നെ നമുക്ക് തൈരൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. തൈര് ബാവുമാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ അടച്ച് പാത്രത്തിലാക്കി. പിന്നെ അതേപോലെ അതിൻ്റെ കൂടെ നമ്മൾ അച്ചാറും കൊടുക്കും. അപ്പോൾ അച്ചാറൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലേറ്റും ഗ്ലാസ്സുമാണ് കേട്ടോ അതിൻ്റെ കൂടെ കൊടുക്കൽ. 20 പ്ലേറ്റും 20 ഗ്ലാസ്സുമാണ് പിന്നെ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചോറ് കൊടുത്തയക്കും, പ്ലേറ്റും ഗ്ലാസ്സും ചിലപ്പോൾ ഇവിടെ തന്നെ ആയിക്കാരം കേട്ടോ. ഭയങ്കര മറവിയാണ്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് പാത്രം കഴുകാനുള്ളതൊക്കെ കഴുകുക. അതേപോലെ നമുക്ക് നമ്മളെ വീട്ടുജോലിയും വേണമല്ലോ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുക. എന്നാലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് പുറത്ത് പോകും വേണ്ട, നമ്മളെ വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ചെറിയ വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കൊണ്ടുപോകാൻ സമയമായി. അപ്പോൾ കാക്ക ഓട്ടോറിക്ഷയും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ മേലേക്ക് എത്തിച്ച് പിന്നെ കാക്ക ബിരിയാണിയൊക്കെ കൊണ്ടുപോവാണ് കേട്ടോ.
അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ഇന്നത്തെ കാറ്ററിങ്ങും റാഹത്തായിട്ട് കഴിഞ്ഞു. പിന്നെ അവരെ ഫീഡ്ബാക്കൊക്കെ കിട്ടിയിട്ടുണ്ടേനും ബിരിയാണി അടിപൊളിയേനി എന്ന് പറഞ്ഞു, നല്ല ടേസ്റ്റ് ഉണ്ടേനി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമല്ലേ. അപ്പോൾ ഈ 2024 വർഷത്തെ ആദ്യത്തെ നമ്മളെ കാറ്ററിംഗ് ആണ്. ഒന്നാം ദിനം നമുക്ക് കാറ്ററിംഗ് കിട്ടി, അത് റാഹത്തായി. അതുപോലെ ഈ വർഷം നമുക്ക് എല്ലാവർക്കും റാഹത്താവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.